ഹലോ, എല്ലാവർക്കും നിസാനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഉള്ളിയൊന്നും വാട്ടാതെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു മീൻകറിയാണ് കാണിക്കുന്നത്. ബാച്ചിലേഴ്സിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആകും. സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും കാണുക. പിന്നെ ഒരു സന്തോഷം, കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത കിണ്ണത്തപ്പം ഒരു സബ്സ്ക്രൈബർ ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ അയച്ചു തന്നാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം ചെയ്ത് നോക്കിയതിൽ. അപ്പം നമുക്ക് മീൻകറി വെക്കാനായിട്ട് ഞാൻ ഇവിടെ നെന്മീനാണ് എടുത്തിരിക്കുന്നത്. 4 പീസാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. സവോള എടുക്കാതെ ചുവന്നുള്ളി തന്നെ എടുക്കുക, അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും 2-3 വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളിയാണ്. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. എന്നിട്ടൊരു മൺചട്ടിയിലേക്ക് ഇതിട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ഇട്ട് കൊടുക്കണം. ഇത് വാട്ടാതെയാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ആ തക്കാളി എല്ലാം നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ബാച്ചിലേഴ്സിനൊക്കെ വളരെയധികം ഉപകാരപ്പെടും. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആണ്. ഇതൊന്നും ഉള്ളിയൊന്നും വാട്ടാതെയും അതുപോലെ തന്നെ പൊടികളൊന്നും മൂപ്പിക്കാതെയൊക്കെ തന്നെ ഇതുപോലെ എടുത്ത പച്ചമണമൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടുന്നതാണ്. പക്ഷെ നമ്മൾ കൈകൊണ്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്നും യോജിപ്പിച്ച് കൊടുക്കണം, എങ്കിലേ ടേസ്റ്റ് കിട്ടുള്ളൂ. തക്കാളി എല്ലാം നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരും. നല്ലൊരു ടേസ്റ്റാണ്. നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളകും വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ തിരുമ്മിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ പുളിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് തിരുമ്മിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് മീൻ കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ കൂടെ വെച്ച് കൊടുത്തിട്ട് മീനും കൂടെ ഒന്ന് മാരിനേറ്റ് ചെയ്യുന്ന പോലെ മീനിലേക്ക് ഈ മസാലയെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കുക. ഒരുപാടിട്ട് ഇതാക്കണ്ട, മീൻ ഉടഞ്ഞു പോവും. ചെറുതായിട്ടൊന്ന് നമ്മൾ വറുക്കാനൊക്കെ മാരിനേറ്റ് ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മസാലയൊക്കെ ഈ മീനിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ചാറ് ആവശ്യമുണ്ട് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്നൊരു സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് നമുക്ക് ഗ്യാസിലോട്ട് വെക്കാം. ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും മൂടി വെച്ച് കൊടുക്കാം. ഉപ്പ് പോരുന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. മീനെല്ലാം നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. തീ കുറച്ച് തന്നെ വെക്കണം, കാരണം ചാറ് കുറച്ച് വെക്കുന്നത് കൊണ്ട് പെട്ടെന്ന് വറ്റിപ്പോകും. ഇവിടെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് പോരുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരല്പം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.
എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക, അനാവശ്യമായിട്ട് പുറത്തേക്കൊന്നും പോവാതെ സേഫ് ആയിട്ട് തന്നെ എല്ലാവരും ഇരിക്കുക.